വീഴണം. പക്ഷെ ഇത് ആകാശത്തേക്ക് പൊങ്ങിപ്പോയി. പൊങ്ങിപ്പോയി എന്ന് മാത്രമല്ല, അത്ഭുത രൂപത്തിൽ 8 തൃക്കൈകളൊക്കെ ആയിട്ട് ഭദ്രകാളി സ്വരൂപത്തിലേക്ക് മാറുന്നു. എന്നിട്ട് കംസനെ വിളിക്കുന്നു, കിം മയാ ഹതയാ മന്ദ. കംസൻ ഇന്നലെ എന്ത് വിളിച്ചു? ബുദ്ധിയില്ലാത്തവനെ എന്ന് വിളിച്ചു. ഇന്നിപ്പോഴിതാ വിളിക്കുന്നു മന്ദബുദ്ധി. ഇങ്ങനത്തെ വിളിയേക്കാൻ നല്ല യോഗം വേണം. രാവിലെ ആവുന്നേ ഉള്ളൂ, അപ്പോഴത്തേക്ക് വിളിക്കുന്ന അടുത്ത വാക്ക് മന്ദബുദ്ധി. കിം മയാ ഹതയാ. എടോ, എന്നെ കൊന്നിട്ട് എന്താ കാര്യം? തവാന്തകൻ ഭൂമിതലേ പിറന്നു ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക. മണിപ്രമാണത്തിൽ കാണാം, അരേ ദുരാചാര നൃശംസ കംസ പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു. എടോ, പെണ്ണുങ്ങളോട് പരാക്രമം കാണിക്കാനേ ആർക്കും സാധിക്കും, അതിലൊരു കേമത്തൊന്നുമില്ല. ഒരു കാര്യം പറയാം, അല്പം മുന്നറിയിപ്പ് എന്ന ഭാവത്തിലാണ് ദേവിയുടെ അടുത്ത വാക്ക്. തവാന്തകൻ ഭൂമിതലേ പിറന്നു. നിന്നെ കൊല്ലാനൊരുവൻ ഭൂമിയിൽ പിറന്നു കഴിഞ്ഞു. അതാരാണ്, എവിടെയാ ഉള്ളത്, എപ്പോഴാണ് വരിക, എങ്ങനെയാണ് നിന്നെ കൊല്ലുക, ഇതൊന്നും തൽക്കാലം പറയുന്നില്ല. എനിക്കിപ്പോൾ നിസ്സാരമായിട്ട് നിന്നെ കൊല്ലാവുന്നില്ല, തലയ്ക്ക് വേല നിൽക്കല്ലേ, ഒരു ചവിട്ട് കൊടുത്താൽ കഴിഞ്ഞു കംസന്റെ കഥ. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, കാരണം അതിനു വേണ്ടി ഒരാൾ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നീ വലിയ കേവലാണെന്നുള്ള ഉദാഹരണ, അങ്ങനെയല്ലേ വിചാരം. ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക. ജവേന വേഗത്തിൽ എല്ലാവരും തിരഞ്ഞുകൊള്ളൂ. സാധിക്കുമെങ്കിൽ കണ്ടുപിടിക്കൂ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ എന്ന് അല്പം ഭീഷണി സ്വരത്തിലെന്ന പോലെ പറഞ്ഞ് ദേവി അപ്രത്യക്ഷമായി. അതും കൂടി ആകുമ്പോഴത്തേക്ക് കംസന് കുറച്ചും കൂടി പരിഭ്രമായി. കാരണം ചെയ്തതൊക്കെ അബദ്ധമായി പോയതെന്ന് തോന്നൽ വന്നു. ഉടനെ ദേവകിയുടെ കാൽക്കൽ പോയി നമസ്കരിച്ചു. അപ്പൊ എത്ര എന്ത് വേഗത്തിൽ ആ സ്വഭാവം നടന്നു, ഒന്നുകൂടി ഇങ്ങനെ നടന്മാരുണ്ടാവില്ല. കുഞ്ഞുങ്ങളെ മുഴുവൻ അടിച്ചു കൊന്നിട്ട് ഇപ്പോഴിതാ ദേവകിയുടെ കാൽക്കൽ പോയിട്ട് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ക്ഷമധ്വം മമ ദൗരാത്മ്യം. ക്ഷമധ്വം, എന്നോട് ക്ഷമിക്കൂ ദേവകി എന്ന് പറഞ്ഞു. നല്ല ഭംഗിയുണ്ടാവില്ല കേൾക്കുമ്പം. കുഞ്ഞുങ്ങളെ മുഴുവൻ അടിച്ചു കൊന്ന ഒരു മഹാഭാവി കംസൻ ക്ഷമിച്ചു എന്ന് പറയാൻ. ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോയ കുട്ടി ഏതെങ്കിലും തിരിച്ചു വരുമോ? ക്ഷമിച്ചില്ല എന്നുള്ളത് വല്ല കാര്യമുണ്ടോ? ഈ ക്ഷമ ചോദിക്കുന്നതിൽ കാര്യം എന്താണുള്ളത്? നീ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ, ക്ഷമിച്ചില്ലെന്ന് പറഞ്ഞാൽ കുട്ടികൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്, അത് മാറ്റാൻ പറ്റില്ല. അവരെന്ത് പറയണം? അപ്പം അവരൊന്നും മിണ്ടുന്നില്ല. ഈ പറയുന്നവർക്ക് ഉള്ളിലേക്ക് കയറുന്നില്ലേ എന്ന് സംശയം വന്നപ്പം കംസൻ അതിനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുക. 1-2 വാക്കിൽ തീർക്കാവുന്ന കാര്യം കേൾക്കുന്ന ആൾ വിശ്വസിക്കുന്നില്ലേ, പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ആരായാലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. കംസൻ പറഞ്ഞു, അല്ലെങ്കിലും ദേവകി എൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടു, ഞാൻ കൊന്നു എന്നൊക്കെ പറഞ്ഞത് എന്താ ദേവകി അർത്ഥം? വാസ്തവത്തിൽ ആരാ കൊല്ലുന്നത്? കൊല്ലുന്നതൊക്കെ ഭഗവാനല്ലേ. ഭഗവാനല്ലേ വധിക്കുന്നത്, ഭഗവാനല്ലേ നിലനിർത്തുന്നത്, ഭഗവാനല്ലേ സൃഷ്ടിക്കുന്നത്. ഭഗവാന്റെ കയ്യിലെ കളിപ്പാവങ്ങളല്ലേ നമ്മളൊക്കെ. നോക്കൂ, അനവസരത്തിലെ വേദാന്തം കേട്ട ദേഷ്യം വരും. ആലോചിച്ച് നോക്കൂ, ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നു കഴിഞ്ഞിട്ട് വേദാന്ത പ്രഭാഷണമാണ്. കംസൻ പറഞ്ഞു, കൊണ്ട് ഒരു കാര്യം ചെയ്യൂ, ക്ഷമിക്കൂ, പരിഭ്രമിക്കാതിരിക്കും. മാത്രമല്ല എന്തായാലും മരിക്കില്ലേ അവര്. അപ്പം അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ആലോചിച്ച് പരിഭ്രമിക്കാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞു. ഇതാണ് മുതലക്കണ്ണീര് എന്നൊരു പ്രയോഗം. മുതലക്കണ്ണീര് എന്ന് പറയും. എന്താ അതിൻ്റെ അർത്ഥം? ഈ പുഴയുടെ തീരത്തൊക്കെ മുതലുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഉച്ചക്കൊക്കെ കരക്ക് കയറി കിടന്നിട്ട് കണ്ണിൽ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടാവും. ഉള്ളിലൊരു സങ്കടമൊന്നുമില്ല, വെറുതെ കണ്ണിൽ വെള്ളം ഒഴുകാൻ. അതാണ് മുതലക്കണ്ണീര് എന്ന് പറഞ്ഞ പ്രയോഗത്തിൻ്റെ അർത്ഥം. കംസ കുറെ കരഞ്ഞു, ഉള്ളിൽ സങ്കടമൊന്നും ഉണ്ടാവാനിടയില്ല. തൽക്കാലം ഈ സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ദോഷമായി പോയതെന്നുള്ള ചിന്ത വന്നപ്പോൾ കുറെ പറഞ്ഞു. അവരെന്താ മറുപടി പറയേണ്ടത്? മക്കളെ മുഴുവൻ കൊന്നുകളഞ്ഞ ഈ കാപാലികൻ ഇങ്ങനെ പറയുമ്പം നിർവികാരമായി, നിസ്സംഗമായി, അങ്ങേയറ്റം ദുഃഖമായി, കണ്ണീര് പറ്റിപ്പോയ ദേവകി അങ്ങനെ കിടക്കാൻ വെറുതെ പറയേണ്ടാവില്ല എന്ന് കണ്ടപ്പോൾ കംസൻ അവിടെ പതുക്കെ എഴുന്നേറ്റ് അങ്ങനെ അന്തപുരത്തിലേക്ക് പോന്നു. സ്വന്തം അന്തപുരത്തിൽ എത്തിച്ചേർന്നു. അവിടെ കിടന്ന ഉറക്കം വരുമോ? ഇങ്ങനെ സംഭവം കഴിഞ്ഞാൽ ഈ നടന്ന സംഭവത്തിലെ ഓരോ രംഗങ്ങളും മനസ്സിലിങ്ങനെ തള്ളിക്കയറി വന്നുകൊണ്ടേയിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട വാക്യം അതിങ്ങനെ ഒരു പ്രകമ്പനം പോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തവാന്തകൻ തവാന്തകൻ, നിന്നെ കൊല്ലാതൊരുവൻ. ഈ വാക്കിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ആരോടെങ്കിലും ഒന്ന് പറയണം എന്ന് വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നേരം പുലരാൻ കാത്തു നിന്നില്ല. രാത്രി തന്നെ മന്ത്രിമാരെ കൂട്ടിക്കൊണ്ടുവന്നു. കംസന്റെ അന്തപുരത്തിൽ അടിയന്തര മന്ത്രിസഭായോഗം. കിട്ടാവുന്ന മന്ത്രിമാരൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. അവരൊക്കെ വന്നിരിക്കുമ്പം കംസൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. യദുക്തം യോഗനിദ്രയാ. യോഗമായ ദേവി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. കംസന്റെ വിചാരം എന്താ? ഇവർക്കൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ ശ്രദ്ധയും താല്പര്യവും സ്നേഹവും എന്നതാണ്. അവർക്കിപ്പോൾ ഇവരല്ലെങ്കിൽ വേറൊരു ഇത്രയേ ഉള്ളൂ അവരുടെ കാര്യം. ഈ രാത്രി വിളിച്ചു കൂട്ടിക്കൊണ്ട് ചിലപ്പോൾ ദേഷ്യം പോലും ഉണ്ടായിരുന്നവർ. ഏതായാലും അവരിതൊക്കെ കേട്ട ശേഷം ഓരോരുത്തരായിട്ട് അഭിപ്രായം പറയാൻ തുടങ്ങി. അല്ലയോ മഹാരാജാവേ, അങ്ങ് ഒട്ടും പേടിക്കരുത്. ഇത് വാസ്തവത്തിൽ സത്യമാണോ എന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം അങ്ങ് കൃഷ്ണൻ വരും പേടിച്ചിരുന്നോട്ടെ. ഒരു തല തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം
അവനെന്ന് തോന്നും പറയാറില്ലേ. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ വന്നു എന്നൊക്കെ പേടിച്ചിരുന്നുകൊണ്ട് എന്ത് സ്വപ്നം കണ്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലാണ്ട് ജനിച്ചിട്ട് മണിക്കൂർ പോലും ചെല്ലാത്തൊരു കുഞ്ഞിനെ അങ്ങേക്ക് കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസം തന്നെ ഇല്ല എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു അങ്ങനെ തള്ളിക്കളയണ്ട, വിശ്വസിക്കാം, നമുക്കിത് മുഖവിലേക്ക് എടുക്കാം. ഏതെങ്കിലും ദേവി എന്താ പറഞ്ഞത്? ആരൊരാൾ വന്ന് കൊല്ലുന്നില്ലേ പറഞ്ഞത്? ഏത് ദേവനാ അങ്ങയെ കൊല്ലാൻ ശക്തനായിട്ടുള്ളത്? ദേവന്മാർ ഓരോരുത്തരെ അടുത്ത് പരിശോധിച്ച് നോക്കാം. ബ്രഹ്മാവ് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ബ്രഹ്മാവ് എവിടെയാണ്? മിക്കവാറും തപസ്സിലുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പരമശിവൻ മിക്കവാറും ചുഴക്കളത്തിലാണ്. പിന്നെ ഇന്ദ്രനാണോ നമ്മളെ കൊല്ലാൻ വേണ്ടി വരിക? കിം ഇന്ദ്രേണ അല്പവീര്യേണ? ഇന്ദ്രൻ നേരാൻ കൊണ്ട് ഒരൊറ്റ അസുരനെ പോലും സ്വന്തമായിട്ട് കൊന്നിട്ടില്ല. അപ്പൊ ഏത് ദേവനെയായി ആലോചിച്ച് പരിഭ്രമിക്കുന്നത്? അങ്ങ് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ വിഷ്ണു ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. വിഷ്ണുവിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ആൾ കുറച്ച് മായാവി എന്നേ ഉള്ളൂ. വേഷം മാറി വരും, പല പല വേഷങ്ങളിലും വന്നു വരാം. അപ്പോഴും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിഷ്ണുവിന്റെ ശക്തി വാസ്തവത്തിൽ എന്താ? ബ്രാഹ്മണരുടെ യാഗം, യജ്ഞം, ഹോമം, പൂജ, വഴിപാട് ഇതൊക്കെയാണ്. ഇതൊക്കെ അങ്ങോട്ട് കുറച്ചു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ ശക്തി നല്ലോണം കുറയും. ശക്തി കുറഞ്ഞ വിഷ്ണുവിനെ എത്ര വേഗം കൊല്ലാം? എന്തൊരെളുപ്പം പറയുന്നത് കേൾക്കുമ്പോഴേ, എന്തൊരെളുപ്പം! നിസ്സാരമായിട്ട് അവർ കാര്യം അവതരിപ്പിക്കാൻ. ഇത് നേരെ തിരിച്ചാ പറയേണ്ടത്. നോക്കൂ, നമ്മൾ ഒരു തിരി വിളക്ക് കത്തിക്കുന്നതുകൊണ്ടാണ് ഭഗവാനെ വെളിച്ചം കാണുന്നത് വിവരിക്കാൻ പാടുണ്ടോ? ഭഗവാനെ കുറിച്ച് എന്താ പറയാ? സഹസ്രാദിത്യ സംകാശം. ആയിരക്കണക്കിന് സൂര്യന്റെ പ്രകാശമുള്ള ആളാണ് ഭഗവാൻ. ഇപ്പൊ ഒരു സൂര്യന്റെ വെളിച്ചമാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് സൂര്യൻ എത്ര പ്രകാശം ഉണ്ടാവും? അത്രയും പ്രകാശം ഉള്ള ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ദീപം തെളിയിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? നമ്മുടെ മനസ്സും നമ്മുടെ പരിസരവും ഒക്കെ കൂടുതൽ പ്രകാശപൂരിതമായി തീരുക. അതല്ലേ ഉദ്ദേശ്യം. അല്ലാണ്ട് ഞാൻ വിളക്ക് കത്തിക്കുന്നതുകൊണ്ടാണ് ഭഗവാനെ വെളിച്ചുണ്ടാവുന്നതെന്ന് വിചാരിച്ചാൽ ഇവരിങ്ങനെയാണ് ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ ബ്രാഹ്മണരുടെ യജ്ഞം, ഹോമം മുതലായതുകൊണ്ട് മഹാവിഷ്ണു നിലനിൽക്കുക. അങ്ങനെയല്ല, ഭഗവാൻ ഉള്ളതുകൊണ്ട് ബ്രാഹ്മണർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നു നാം വിചാരിക്കാൻ. പക്ഷെ അവർ തിരിച്ചു പറഞ്ഞു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പലതും പറഞ്ഞ് കാട് കയറിക്കൊണ്ടിരിക്കുക ചർച്ച. അപ്പോൾ ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഇതൊന്നും വല്ലാണ്ട് ചിന്തിച്ച് വഷളാക്കേണ്ട വിഷയമേ ഇല്ല. ഞാനൊരു അഭിപ്രായം പറയാം. ആ ഭഗവതി പറഞ്ഞത് ശരിയാണെന്ന് തന്നെ വിചാരിക്കാം, സത്യമാണെന്ന് ഉറപ്പിക്കാം. ഇനി എന്താ പറഞ്ഞത്? ഒരു കുഞ്ഞ് ജനിച്ചിട്ടൊന്നില്ലേ? എത്ര എളുപ്പമുണ്ട് ആ കുഞ്ഞിനെ പോയിട്ട് അങ്ങ് കൊന്നുകളയാൻ കഴിഞ്ഞില്ലേ കാര്യം? ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ പ്രത്യേകമായിട്ട് കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ നമ്മുടെ നാട്ടിൽ ജനിച്ച 8-10 ദിവസങ്ങൾക്കിടയിൽ ജനിച്ച കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയാൻ കഴിഞ്ഞില്ലേ? അനിർദ്ദശാം നിർദ്ദശാംശ. നോക്കൂ, കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെ കുറിച്ചുള്ള ആലോചന എത്ര നിർവികാരമായിട്ടാണ് അവർ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഭോജരാജ്യത്ത് 8-10 ദിവസങ്ങൾക്കിടയിൽ ജനിച്ച കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയാം. അപ്പൊ ഈ കുഞ്ഞു അതേപോലെ ചത്തോളും, കാടടക്കി വെടിവെക്കാം. ഇത് പറഞ്ഞപ്പോ എല്ലാവരും നന്നായി എന്നിങ്ങനെ പറഞ്ഞു. അതാ നല്ലത്, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. ക്രൂരമായ തീരുമാനമാണ്, അസുരന്മാരാണ്, അവരങ്ങനെ തീരുമാനമെടുക്കും. അപ്പൊ ഏതെങ്കിലും ആ മന്ത്രിസഭായോഗം അവസാനിച്ചു. എന്താ തീരുമാനം? കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി ഒരാളെ നിയോഗിക്കണം. അതിനിപ്പോൾ ഏറ്റവും സൗകര്യമായിരിക്കും ജനിച്ചിട്ട് ഒരു 10 ദിവസത്തിന് മുമ്പേ ഉള്ള കുട്ടികളെ കൊല്ലാൻ ഏറ്റവും സൗകര്യം ഉണ്ടായിരിക്കുക സ്ത്രീകൾക്കായിരിക്കും. പഴയ കാലത്ത് പ്രസവം നടന്ന സ്ഥലത്തേക്കൊന്നും പുരുഷന്മാർക്ക് പ്രവേശനമേ ഇല്ല. സ്ത്രീകളുടേതായിട്ട് ഒരു കേന്ദ്രമായിരിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും സൗകര്യം സ്ത്രീക്കായിരിക്കും മനസ്സിലാക്കി അവര് പൂതനയെ ആ കർമ്മം ചെയ്യാൻ വേണ്ടി നിയോഗിച്ചു. പൂതന അവരുടെ പുറപ്പെട്ടു. ഇത് സൂചിപ്പിച്ചു 4-ാമത്തെ അധ്യായത്തിൽ. 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നന്ദഗോകുലത്തിന് എന്തൊക്കെ അത്ഭുതകരമായ കാര്യങ്ങൾ നടന്നു. നന്ദഗോകുലത്തിലെ വിഷയമാണ് അടുത്ത അധ്യായത്തിൽ പറയാം. നോക്കൂ, നന്ദഗോപര് വിവാഹം കഴിച്ചു, കാലം കുറെ കഴിഞ്ഞു, എന്നിട്ടൊന്നും മക്കൾ ജനിച്ചില്ല, കുറച്ച് വൈകി. ഏതായാലും ഇപ്പോഴിതാ അതിസുന്ദരനായ ഒരു മകൻ അദ്ദേഹം ജനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തോട്ടത്തിലതാണല്ലോ കാര്യം. പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ട് അറിയുന്നുള്ളൂ തന്റെ മകനാണെന്നുള്ള കാര്യമൊക്കെ പിന്നീട് അറിയുന്നുള്ളൂ. ഇപ്പൊ എന്താ അവസ്ഥ? യശോദ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു എന്നുള്ള വിഷയമാണ് ഇപ്പം. ആ വാർത്ത അങ്ങോട്ട് അറിയുമ്പോഴത്തേക്കും നന്ദഗോപര് സചേല സ്നാനം ആണ്. ധരിച്ച വസ്ത്രത്തോടു കൂടി പോയി മുങ്ങി. എന്നിട്ടോ ധാരാളമായിട്ട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു. വാചയിത്വാ സ്വസ്ത്യയനം ജാതകർമാത്മജസ്യ വൈ ആഹൂയ വിപ്രാൻ വേദജ്ഞാൻ സ്നാതഃ ശുചി അലംകൃതഃ. കുളിച്ച് ഇതൊക്കെ കൂടി കഴിഞ്ഞ് ധാരാളമായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്തു. ഇതാണ് വേണ്ടത്. ഒരു കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? സൽക്കർമ്മങ്ങൾ ചെയ്യണം, ദാനധർമ്മങ്ങൾ ചെയ്യണം. എന്നിട്ട് അവരെ കൊണ്ട് ആദ്യം കാണുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. എന്നിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യണം? കുഞ്ഞിന് നല്ലത് വരണേ എന്ന് അനുഗ്രഹിപ്പിക്കുക. സ്വസ്ത്യയനം വാചയിത്വ. ഇതൊക്കെ ചെയ്തു അദ്ദേഹം. ധേനൂനാം നിയുതയെ പ്രാതാൽ. പശുക്കളെ ദാനം ചെയ്തു. ഇതൊക്കെ ഉണ്ടായി. രാവിലെ നേരം പുലരുമ്പോഴത്തേക്കും ഗോപികമാര് വിവരം പറഞ്ഞു. ഗോപികമാര് ഓടി വരികയാണ് ഭഗവാനെ കാണാൻ വേണ്ടി.
അപ്പൊ ഇവിടെ ഈ ഗോപികമാർ ഓടി വരുന്നതിന്റെ ഒരു കൗതുകം ആലോചിച്ച് നോക്കും. ഭഗവാനാണെന്ന് അറിഞ്ഞിട്ടായിരിക്കുമോ അവർ വരുന്നുണ്ടാവുക? അവർക്ക് ഇപ്പൊ അറിയാമോ ഭഗവാനാണെന്നുള്ള കാര്യം? ഇത് ഭഗവാന്റെ അവതാരമാണെന്ന് ഇപ്പോൾ അവർക്ക് അറിയില്ല. പുരുഷന്മാർക്കും അറിയില്ല, ഗോപസ്ത്രീകൾക്കും അറിയില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓടി വരുന്നത്? അവരെങ്ങനെ ഓടി വന്നറിയോ? നോക്കോളൂ, 11ാമത്തെ ശ്ലോകം. ഗോപ്യസുമൃഷ്ടമണികുണ്ടല നിഷ്കണ്ഠ്യ ചിത്രാംബരാപഥിശിഖാച്യുതമാല്യവരുഷാഹ. രാവിലെ ഗോപികമാരെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് കണ്ണെഴുതി പൊട്ടുകുത്തി മുടിയൊക്കെ പിന്നി കെട്ടി മുടിയിൽ പൂച്ചുകൂടി കുഞ്ഞിനെ കാണാൻ വേണ്ടി ഓടി വരികയാണ്. അങ്ങനെ ഓടി വരുന്ന ഓട്ടത്തിൽ മുടിയിൽ ചൂടിപ്പോയിരിക്കുന്ന പൂക്കളും മാലകളൊക്കെ നിലത്തേക്ക് വീണു പോകുന്നത് അവരറിഞ്ഞില്ല. മുടിയിൽ ചൂടിയ പൂവൊക്കെ വീണു പോകുന്നതാണ്. അപ്പം മുടിയിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പൂവും മാലയൊക്കെ വീണുപോണെങ്കിൽ എത്ര വലിയൊരു ഓട്ടായിരിക്കും, എന്തൊരു ശക്തമായിട്ടുള്ള ഓട്ടായിരിക്കും അവർ ഓടുന്നുണ്ടാവുക. ഇങ്ങനെ ഓടി വരാൻ പാകത്തിന് ലോകത്താദ്യമായിട്ടാണോ കുഞ്ഞുണ്ടാവുന്നത്? ഇത് ഭഗവാനാണെന്ന് അറിഞ്ഞിട്ടാണോ വരുന്നത്? ചിന്തിക്കും. അപ്പം അതെന്താ കാണിക്കുന്നത്? അതാണ് നാട്ടിൻപുറത്തിൻ്റെ വിശുദ്ധി എന്ന് പറയാം. കാരണം അപ്പുറത്തെ കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടായാൽ എന്ത് വിചാരിക്കും? എൻ്റെ കുടുംബത്തിലേക്ക് ഒരു അംഗം വന്നുകൊണ്ട് വിചാരിക്കും. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. അതുകൊണ്ടായിരിക്കാം ഏതായാലും ഗോപികമാർ വരുന്നു, അതുപോലെ ഗോപന്മാർ വരുന്നു, ഗോപന്മാർ വരുന്നു. അങ്ങനെ ഗോപിക സ്ത്രീകൾ സംശയമില്ല നേരെ അകത്തേക്ക് കയറിപ്പോയി കുഞ്ഞിൻ്റെ അടുത്തേക്ക് കാണാൻ പോകുന്ന സമയത്ത് കാണിക്കുന്നില്ലേ എന്തൊക്കെ ചെയ്യും? അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. കുഞ്ഞിനെ എടുക്കുന്നു, താലോലിക്കുന്നു, ഓവനിക്കുന്നു, ആകപ്പാടെ ബഹുരസം. പുരുഷന്മാർക്ക് അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ല. അവരെന്ത് ചെയ്തു? അവര് പുറത്ത് നിന്നിട്ട് നവനീതൈശ്ചിക്ഷിപൂ, വെണ്ണ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കോട്ടി കോരിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിച്ചു. പാലെടുത്തിട്ട് ഇങ്ങനെ പിച്ചാങ്കോളിലൂടെ പിച്ചി നിറങ്ങളൊക്കെ വാരി വിതറി ഒരു ഹോളി ആഘോഷം പോലെ സന്തോഷം കൊണ്ടാണ്. ഇത് കൂടി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ നന്ദഗോപര് ആലോചിക്കുകയാണ്. നന്ദഗോപര് കുറച്ചു കാലമായിട്ട് നികുതി അടയ്ക്കാനൊന്നും പോകാറില്ല. എന്താ കാര്യം? ഇവിടെ മക്കളൊന്നുമില്ല. അതുകൊണ്ട് ഇതിനെ ഉദാസീനമായ ഭാവമായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കാം. ഇനിയിപ്പോൾ അങ്ങനെ പോരാ. കാരണം നല്ലൊരു മകൻ ജനിച്ചിരിക്കുകയാണ്. പഴയ നികുതി ചീട്ടൊക്കെ സംഘടിപ്പിച്ച് നികുതി അടയ്ക്കാൻ വേണ്ടി പോവുകയാണ് മധുരയിലേക്ക്. നന്ദ കംസസ്യ വാർഷികം കരം ദാതും ഗുരുദ്വഹ. വാർഷിക നികുതി അടയ്ക്കാൻ വേണ്ടിയിട്ട് മധുരയിലേക്ക് പോകുന്നു നന്ദഗോപനെ. നികുതി അടച്ചു. നികുതി അടച്ചിട്ട് അല്പം കഴിയുമ്പോഴത്തേക്ക് വസുദേവനെ കണ്ടു. വസുദേവനും നന്ദഗോപനും തമ്മിൽ സംഭാഷണം. അവരുടെ സംഘമാണ് അടുത്തായിട്ട് പറയാം. വസുദേവർക്ക് ആകപ്പാടെ അത്ഭുതമായി. എന്താ അദ്ദേഹം കൊണ്ടുവരാൻ കാര്യം? കാരണം വസുദേവർക്ക് അറിയാലോ തൻ്റെ മകൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം. നന്ദഗോപർക്ക് പക്ഷേ പാവം അറിയില്ല. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ മകനെയാണ് ഞാൻ അവിടെ പോറ്റിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള വിഷയം ഇപ്പം അറിയില്ല. വസുദേവർക്ക് പക്ഷേ അറിയാം. അതുകൊണ്ട് വസുദേവർ ചിന്തിച്ചു എന്താണോ നന്ദഗോപർ വരാൻ കാര്യം ചോദിച്ചു. അപ്പം പറഞ്ഞു നികുതി അടയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം വസുദേവർ പറഞ്ഞു നികുതി അടച്ചു കഴിഞ്ഞെങ്കിലേ വേഗം പോയിക്കോളൂ. കാരണം കംസനാണ് രാജാവ്, ദുഷ്ടനാണ്, ക്രൂരനാണ്. ഈ കംസന്റെ അന്തപുരത്തിൽ രഹസ്യമായിട്ടൊരു യോഗമുണ്ടായി എന്ന് ഞാൻ കേട്ടു. അതില് കുഞ്ഞുങ്ങളെ കൊല്ലാനാണ് തീരുമാനമെന്നും ഞാൻ കേട്ടു. അത് കുഞ്ഞുങ്ങളുള്ളവരൊക്കെ കുറച്ച് കരുതിയിരിക്കണം. വേഗം പോയിക്കോളൂ. അപകടം എന്തെങ്കിലും വന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. സന്ധ്യ ഉൽപാദാശ്ച ഗോകുലേ. എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വേഗം പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നന്ദഗോപർക്ക് കുറച്ചുകൂടി പരിഭ്രമമായി. അദ്ദേഹം വേഗം പുറപ്പെട്ടു പോരാൻ. 6ാമത്തെ അധ്യായം പൂതനാമോക്ഷം എടുത്തോളൂ. പുസ്തകം കാണാം, അത് കാണാം. 6ാമത്തെ അധ്യായത്തില് തുടക്കം തന്നെ കാണുന്നു. നന്ദ പഥി വച ശൗരേർന മൃഷേത് വിചിന്തയൻ. പഥി വഴിയിൽ നന്ദഗോപന് ശൗരിയുടെ അരശൗരി വസുദേവരുടെ വാക്ക് കളവായിരിക്കില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നന്ദഗോപന് വേഗം വരികയാണ് ഗോകുലത്തിലേക്ക്. പക്ഷെ അദ്ദേഹം ഇവിടെ എത്തുമ്പോഴത്തേക്കും അപകടം വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപകടത്തിന്റെ പേരാണ് പൂതന. പൂതനെ പറ്റി പറഞ്ഞ വാക്ക് നോക്കൂ. കംസേന പ്രഹിത ഘോര പൂതന ബാലഘാതിനി. ബാലഘാതിനി. കുട്ടികളെ കൊല്ലാൻ പ്രത്യേകിച്ച് സാമർഥ്യമുള്ളവളായിരുന്നു അത്രേ ഈ ഗോപിക. ഓരോരുത്തരൊരു യോഗ്യതയെ കുട്ടികളെ കൊല്ലാൻ വേണ്ടി പ്രത്യേകിച്ച് സ്പെഷ്യലൈസ്ഡ് ആണ് അവൾ. ഈ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, പീഡിയാട്രീഷ്യൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ കുട്ടികളെ കൊല്ലാൻ പ്രത്യേകിച്ച് സാമർഥ്യമുള്ള ഒരു രാക്ഷസി പൂതന. അവൾ പുറപ്പെട്ടു. ശിശൂം ചചാര നിഘ്നന്തി പുരഗ്രാമം വ്രജാദിഷു. പുരത്തിലും ഗ്രാമത്തിലും വ്രജത്തിലുമൊക്കെ അന്വേഷിച്ച് കുട്ടികളെ കൊന്നുകൊണ്ട് വരുന്ന പൂതന നന്ദഗോപരുടെ ആ കൊട്ടാരത്തിൻ്റെ അടുത്തൂടെ ഇങ്ങനെ പറന്നു പോകുമ്പോൾ താഴെ കുറെ അധികം ആൾക്കാരെ കണ്ടു. ഇവിടെ എന്താ വിശേഷം? പതുക്കെ പറന്ന് അവരിറങ്ങുന്നു. അവിടെ പറന്നിറങ്ങിയിട്ട് അതിസുന്ദരിയായിട്ട് വേഷം മാറുന്നു. ലക്ഷ്മി ഭഗവതിയെ പോലും തോൽപ്പിക്കുന്ന സൗന്ദര്യത്തോട് കൂടിയിട്ടാണ് പൂതന അവിടത്തേക്ക് പുറപ്പെടുന്നത്. സാഖേചര്യേകദോപേദ്യ പൂതനാനന്ദ ഗോകുലം യോഷിത്വാ മായയാത്മാനം
ആവിശൽ കാമചാരിണി. മായ കൊണ്ട് അതിസുന്ദരിയായിട്ട് വേഷം കെട്ടി യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിവുള്ള പൂതന അവിടെ പുറപ്പെട്ടു. എങ്ങനെയാ വരുന്നത്? ലക്ഷ്മി മഹാവിഷ്ണു ഭഗവാനെ കാണാൻ പോകുന്നത് പോലെ അത്ര സുന്ദരിയായിട്ടാണ് വരുന്നത്. അങ്ങനെ വരുന്ന സുന്ദരി, ആ സുന്ദരിയായിട്ടുള്ള ഈ പൂതന വരുമ്പോൾ അവിടെ കൂടിയിരുന്ന സ്ത്രീകളൊക്കെ ഓരോരുത്തരായിട്ട് മാറി 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 കൊടുക്കുന്നതാണ്. അതൊരത്ഭുതമാണ്. കാരണം അവിടെ ഇപ്പോഴുള്ളവരൊക്കെ തന്നെ തമ്മിൽ തമ്മിൽ പരിചയമുള്ളവരായിരിക്കും. അയൽ വീട്ടുകാരൊക്കെ ആയിരിക്കില്ലേ, അവരൊക്കെ തീർച്ചയായിട്ടും ആയിരിക്കും. അവർക്കിടയിലേക്ക് പുതുതായിട്ട് ഒരു സ്ത്രീ വരുമ്പോൾ ഇങ്ങനെ മാറി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ആരാ നീന്തിക്കണ്ടേ? ആരെങ്കിലും ചോദിച്ചോ? ഒരാൾ പോലും ചോദിച്ചില്ല. എല്ലാവരും മാറി മാറി ഒതുങ്ങി നിർത്തും, വേഗം പൂതന കയറി പോവാൻ. അപ്പം ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയം, നന്നായിട്ട് ആലോചിച്ച് ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു ആശയമുണ്ട്. നോക്കൂ, എപ്പോഴും മനുഷ്യന് പറ്റുന്ന വലിയൊരു അബദ്ധമാണ് ഇവിടെ ഈ കാണിച്ചത്. വേഷം കാണുമ്പം കൊള്ളാവുന്ന ഒരാളായിരിക്കും വിചാരിക്കും നമ്മൾ. വേഷം കാണുമ്പം, വസ്ത്രം കാണുമ്പം, ആഭരണം കാണുമ്പം, വന്നിറങ്ങിയ വാഹനം കാണുമ്പം, ആകപ്പാട ശരീരത്തിന്റെ ഭംഗി കാണുമ്പം നമ്മൾ വിചാരിക്കും കൊള്ളാവുന്ന കാര്യം ഒരാളായിരിക്കും എന്ന് വിചാരിക്കാൻ. വേഷം കെട്ടി വരുന്ന എല്ലാവരും നല്ലവരായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല വേഷം കെട്ടിയവരൊക്കെ മോശക്കാരെന്നല്ല ഞാൻ പറയുന്നത്. വേഷം കെട്ടി വരുന്നു എന്നുള്ളത് മാത്രം, വേഷം മാത്രം നോക്കിയിട്ട് എങ്ങനെ ഒരാൾ നല്ലതാണ്, കൊള്ളാവുന്ന ആളാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവരൊക്കെ മാറി കൊടുക്കാൻ സുഖമായിട്ട് കയറി പോകുന്ന ഭൂതനാണ്. അതേസമയത്ത് ഭഗവാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, തൻ്റെ അടുത്തേക്ക് വരുന്നവരുടെ ഉള്ളിലുള്ള ഭാവം മനസ്സിലാക്കുന്നത്. പുറമേക്കുള്ള രൂപമല്ല ഭഗവാൻ നോക്കുന്നത്. ഈ വന്ന ഭൂതനയെ ഭഗവാൻ എന്ത് ചെയ്തു? നാളെ ഉച്ചയ്ക്ക് നമ്മൾ വായിക്കും. അങ്ങേയറ്റം മോശമായിട്ട് കയറി വരുന്ന ഒരു ബ്രാഹ്മണൻ, അങ്ങേയറ്റം മലിനമായ വേഷം, ദ്വിജം ധമനി സന്തതം, കുചൈലം, മലിനം, ക്ഷാമം, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം വരുന്നത്. കുചേല ബ്രാഹ്മണൻ. ആ കുചേല ബ്രാഹ്മണനെ ഭഗവാൻ എന്ത് ചെയ്തു? ഈ പൂതനയെ ഭഗവാൻ എന്ത് ചെയ്തു? ഇത് വളരെ പ്രധാനമാണ്. അപ്പൊ കേവലം പുറമേക്ക് ബാഹ്യമായി കാണപ്പെടുന്ന ഒരു ഭാവം മാത്രം നോക്കിയിട്ട്, വേഷം മാത്രം നോക്കിയിട്ട്, അല്ലെങ്കിൽ ശരീരം മാത്രം നോക്കിയിട്ട് ആണോ ഒരാളെ സ്വീകരിക്കേണ്ടത്? തീർച്ചയായിട്ടും അല്ല. ഇത് നമ്മൾ മലയാളികൾ എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ വരുന്ന കാണുമ്പോൾ കൊള്ളാവുന്നതാണായിരിക്കും, നമ്മൾ ഒഴിഞ്ഞു കൊടുക്കും, ഒരു പോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പിക്കണം. എത്ര കാലം പറഞ്ഞാലും മതിയാവില്ല. മനുഷ്യരെന്ത് ചെയ്യുന്നു? ആകെപ്പാട് അത്ഭുതപ്പെട്ടു പോകുന്നു എന്നർത്ഥം. ചിലപ്പോൾ പറ്റിക്കാൻ വരുന്നവർ വേഷം മാറിയിട്ട് വരും, സുന്ദരമായ വേഷം കെട്ടിയിട്ട് വരും, അതിസുന്ദരമായിട്ട് സംസാരിക്കും, ഒരുപക്ഷെ ഇംഗ്ലീഷ് സംസാരിച്ചു എന്ന് വരും, ഒക്കെ ഉണ്ടാവും. വരുന്നത് പറ്റിക്കാനായിരിക്കും. അപ്പോൾ വളരെ ഗൗരവമായിട്ട് ആലോചിക്കാം. ഇവിടെ ഭഗവാന്റെ അടുത്തേക്ക് വരുന്ന ആ പൂതന ഓരോരുത്തരും മാറിക്കൊടുക്കുകയാണ്. അപ്പൊ ആരെങ്കിലും ചോദിക്കണ്ടേ, നീ ആരാണ്, എവിടുന്ന് വരുന്നു, എന്താ ഉദ്ദേശ്യം, ഇവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ, ചോദിച്ചോ? ആരും ചോദിച്ചില്ല. പൂതനകത്തേക്ക് കയറി പോകുന്നു. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ഓരോ ഗോപികമാരെടുക്കുന്നു, താലോലിക്കുന്നു, ഓമനിക്കുന്നു, രസകരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അടുത്തതായിട്ട് നിൽക്കുന്നത് പൂതന കൈ കാണിച്ചു. ഈ ഗോപിക വേഗം കൊടുക്കാൻ പാടുണ്ടോ? പരിചയത്തിനൊക്കെ ഇങ്ങനെ കുട്ടിയെ കൊടുക്കാൻ പാടുണ്ടോ? എന്തൊക്കെ കാണിക്കുന്നറിയോ? ഏതായാലും പൂതൻ എങ്ങനെ കൊടുക്കാണ്ടിരിക്കും? ആ ഭാവം കണ്ടല്ലേ, അങ്ങ് കൊടുത്തു, തരൂ തന്നെയാണ്. കൊടുത്തപ്പം പൂതന സന്തോഷമായിട്ട് സുഖമായിട്ട് അവിടെ അവസ്ഥയ്ക്ക് പണിഞ്ഞങ്ങോട്ടിരുന്നു. എന്നിട്ട് ഒരു സ്ത്രീയുടെ ഏറ്റവും സുന്ദരമായിട്ട് ഒരു അനുഭൂതി വിശേഷമാണ് കുട്ടിക്ക് പാല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ആ കർമ്മം ചെയ്തുകൊണ്ട് കൊല്ലാം, ഇതായിരുന്നു ഉദ്ദേശ്യം. പൂതന അവിടെ ഇരുന്നു. വിഷം പുരട്ടിയതായിരിക്കുന്ന ആ സ്ഥലം കുട്ടിയുടെ വായിലേക്ക് വെച്ചു പോകുന്നു, ഭഗവാന്റെ വായിലേക്ക് വെച്ചു പോകുന്നു. ഭഗവാനാവട്ടെ ഈ പൂതനയെ കണ്ടപ്പോ കണ്ണു മുറുക്കി അങ്ങോട്ട് കൂട്ടിക്കളഞ്ഞു എന്ന് പറയും. ചരാചരാത്മാ സനിമീലിദേക്ഷണ, കണ്ണുപൂട്ടി എന്ന് പറയും. ഈ കണ്ണുപൂട്ടിയത് എന്തിനായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് പല ആചാര്യന്മാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനായിരിക്കും ഭഗവാൻ കണ്ണുപൂട്ടിയിട്ടുണ്ടാവുക? ഭഗവാൻ എന്തിനാ കണ്ണുപൂട്ടിയെന്ന് ഭഗവാനെന്നെ അറിയുള്ളൂ. നമുക്ക് വെറുതെ ഊഹിക്കാം, അഭിപ്രായങ്ങൾ പറയാമെന്ന് മാത്രം. ഇതൊക്കെ പറയുന്ന ആൾക്കാർ ഒരുപക്ഷെ ഭഗവാൻ ചിന്തിക്കുകയാണ്, വിഷമാണ് കൊണ്ടുവരുന്നത് ഭഗവാൻ അറിയാം. വിഷം മുമ്പ് വന്ന് കഴിച്ചിട്ടില്ല, ആകെപ്പാടെ വിഷം കഴിച്ചിട്ടുള്ള ആൾ പാലാഴി മുതൽ സമയത്ത് പരമശിവനാണ്. അപ്പം പരമശിവനോട് ഇങ്ങനെ ഒരു മൗനമായുള്ള സംഭാഷണം ആയിരിക്കുമോ? അതുകൊണ്ടായിരിക്കുമോ കണ്ണടച്ചിട്ടുണ്ടാവുക? അറിയില്ല. ഇനി ആലോചിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ? അറിയില്ല. ഇനി ചിലത് പറയുന്നത് കഴിഞ്ഞ രാമാവതാര കാലത്ത് ആദ്യമായിട്ട് വധിക്കേണ്ടി വന്നത് ഒരു സ്ത്രീയാണ്, താടകയാണ്. അതിനെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മര്യാദാ പുരുഷോത്തമനായ ധർമ്മത്തിന്റെ വിഗ്രഹമായ രാമൻ താടകയെ വധിച്ചത്, സ്ത്രീയെ വധിച്ചത് കുറച്ച് മോശമായി പോയി എന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ അവതാര കാലത്തും ആദ്യമായിട്ട് ഇവിടേക്ക് വരുന്നത് ഒരു സ്ത്രീയാണോ? എന്തിനിങ്ങോട്ട് എതിർച്ച് കൊണ്ടിരുന്നു എന്ന ഭാവത്തിലായിരിക്കാം കണ്ണടച്ചത് ചിലർ പറയുന്നു. ഏതായാലും പലതും പറയുന്നുണ്ട്. ഭഗവാൻ ഏതായാലും നിമീലി ദക്ഷണ കണ്ണുകൂട്ടി കിടന്ന ഭഗവാനെ മടിയിലെ കൊണ്ട് വെച്ചിട്ട് പാല് കൊടുക്കാൻ തുടങ്ങിയില്ല. പിന്നെ ഭഗവാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടാന്ന് പറയുമോ? എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ എന്ത് കൊടുത്താലും ഭഗവാന് ദഹിച്ചു തീരാത്തതായിട്ട്, ഭഗവാൻ സ്വീകരിക്കാതെ ആയിട്ട്
ഒന്നുമില്ല. അതുകൊണ്ടാണ് ചില കവികൾ പറയും മണ്ണുണ്ണും വെണ്ണയുണ്ണും കടുതര വിഷ സമ്മിശ്രമാം സ്തന്യമുണ്ണും. എന്തും ഭഗവാൻ കഴിയും. ഭഗവാൻ സന്തോഷമായിട്ട് വലിച്ച് അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ പൂതനയ്ക്ക് വലിയ സന്തോഷമൊക്കെ തോന്നി, കുറച്ച് രസമൊക്കെ തോന്നി, ഒരു അനുഭൂതിക്ക് ശേഷമൊക്കെ ഉണ്ടായി തുടങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം വേദനയാവുന്നുണ്ടോ എന്ന് സംശയം തോന്നാൻ. അവിടെ വേദന ഇവിടെ വേദന, ഞെളിയുന്നു, ഉളയുന്നു, ആകപ്പാടെ വിഷമാവുന്നു. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും മർമ്മങ്ങളിലൊക്കെ സൂചി കൊണ്ട് കുത്തുന്നത് പോലെ വേദന വരാൻ തുടങ്ങി. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഉള്ളംകാലം മുതൽ നിറകന്തല വരെ സകലദിക്കിലും വേദന കൊണ്ട് ഇങ്ങനെ പൊളയാൻ തുടങ്ങി. എഴുന്നേറ്റും പൂതന, അട്ടഹസിക്കാൻ തുടങ്ങി, അലത് വിളിക്കാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പൂതന ഈ നെഞ്ചിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചിട്ട് അങ്ങോട്ട് വലിച്ച് പുറത്തേക്ക് കളയാൻ നോക്കാൻ. പൂതന പറഞ്ഞു മതി മതി വിടൂ വിടൂ എന്ന് പറഞ്ഞു. സാ മുഞ്ച മുഞ്ച അലം ഇതി പ്രഭാഷിണി. മുഞ്ച മുഞ്ച വിടു വിടു, അലം അലം എന്ന് പറഞ്ഞാൽ മദീന, മതി മതി നിർത്തൂ നിർത്തൂ. അത് ഭഗവാൻ തീരെ ഇഷ്ടമായില്ല. ആരാ മതി എന്ന് പറയേണ്ടത്? വിളമ്പുന്ന ആളാണോ കഴിക്കുന്ന ആളാണോ മതി എന്ന് പറയാ? നമ്മളിപ്പോൾ അവിടെ പോയിരുന്നിട്ട് 2 ഇഡ്ഡലി വിളമ്പിട്ട് വിളമ്പുന്ന ആളെ മതി മതി എന്ന് പറഞ്ഞിട്ട് ശരിയാവും? കഴിക്കുന്ന ആളല്ലേ മതിയായി മതി എന്ന് പറയാ? ആര് പറഞ്ഞു മതിയായിന്ന്? മതിയായിട്ടില്ല. ആരൊക്കെ പറഞ്ഞിട്ടാണോ കൊണ്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത്? ഭഗവാൻ പറയാണ്. അഥവാ ഭഗവാന്റെ ഭാവം അതാണ്. മുറുക്കി മുറുക്കി പിടിച്ച് വലിച്ചു പിടിച്ചുകൊണ്ടിരുന്നത്. ഗാഠം കരാഭ്യം ഭഗവാൻ പ്രവീഡ്യ തൽ രോഷൈ സമം പ്രാണൈ സമം രോഷസമന്വിതോ പിബൽ. ജീവൻ ഉൾപ്പെടെ അഥവാ പ്രാണന് ഉൾപ്പെടെ അതുകൊണ്ട് വലിച്ചു കുടിക്കാൻ തുടങ്ങിയില്ല. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് പൂതനയ്ക്ക് മനസ്സിലായി, ചാവു എന്ന് മനസ്സിലായി. ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. അലറി വിളിച്ചു, അട്ടഹസിച്ചു, കണ്ണൊക്കെ ഇങ്ങനെ പുറകോട്ട് പറയാൻ തുടങ്ങി. അട്ടഹസിച്ചുകൊണ്ട് ചത്തു വീഴുന്നു പൂതന. മരിക്കുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ആ സുന്ദരിയുടെ ഭാവമൊന്നും ഒപ്പില്ല. ഇപ്പം ആരാണത്? അതിഭീകരിയായിരിക്കുന്ന രാക്ഷസീയമായ ഭാവത്തിലേക്ക് മാറിയിട്ടാണ് മരിക്കുന്നത്. എന്തിനാ അങ്ങനെ മരിക്കേണ്ട ആവശ്യം? നമ്മൾ തമാശയായിട്ട് പറയാറില്ലേ, ചത്ത് കിടക്കുമ്പോഴും ചമഞ്ഞ് കിടക്കണം എന്ന് കണ്ടിട്ടില്ലേ? മരിച്ചു കിടക്കുമ്പോഴും നമ്മൾ സുന്ദരിയായിട്ട് സുന്ദരനായിട്ട് കിടക്കണം എന്നാണ് വിചാരം. മരിച്ചു കിടക്കുമ്പോൾ എങ്ങനെ കിടന്നാ? പിന്നീട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയുമോ? കഴിഞ്ഞ വെള്ളിയാഴ്ച 3 മണിക്ക് നിങ്ങൾ മരിച്ചില്ലേ? മരിച്ച സമയത്ത് ഞാൻ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ആ സാരി ശരിയായില്ല കേട്ടോ, അല്ലെ വസ്ത്രം മോശം, ഇതൊക്കെ ആരെയും പറയുമോ? പിന്നെ ഒന്നുമില്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ആരും ഒന്നും പറയൂല, കേൾക്കൂല. എന്നാൽ പോലും മരിച്ചു കിടക്കുമ്പോൾ പോലും എന്ത് വിചാരമുണ്ട്? സുന്ദരമായിട്ട് സുന്ദരിയായിട്ട് ഒക്കെ വേണമെന്ന് വിചാരമുണ്ട്. അപ്പോഴാണ് സുന്ദരിയായി വന്ന പൂതന മരിക്കുമ്പോൾ എങ്ങനെ രാക്ഷസീയമായ ഭാവത്തിലേക്ക് മാറുന്നത്. ഇത് പുരാണത്തിലെ ഒരു പ്രസിദ്ധമായ സങ്കല്പമാണ്. രാമായണത്തിലേക്ക് നോക്കൂ, മാരീചൻ വരുന്നത് പൊന്മാനായിട്ടാണ്, പക്ഷെ മരിക്കുമ്പോഴോ രാക്ഷസനായിട്ടാണ് മരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? അവിടെ കാണിക്കുന്നത് ഒരു പ്രതിസന്ധി അതിശക്തമായിട്ട് വരുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരും. അതുവരെ നമുക്ക് അഭിനയിക്കാം, നമുക്ക് വേഷം കെട്ടാം, ഇംഗ്ലീഷ് ഭാഷ പറയാം, ഒക്കെ കേൾക്കാൻ അഭിനയിക്കാനൊക്കെ സാധിക്കും. ഏതുവരെ? അങ്ങേയറ്റം ക്രിട്ടിക്കലായിട്ടൊരു സാഹചര്യം വരെ. അല്ലാണ്ട് വേദന വരുമ്പം ഇംഗ്ലീഷ് ഭാഷയിൽ ഓ ഗോഡ് പ്ലീസ് സേവ് എന്നൊക്കെ പറയുമോ? സ്വന്തം മാതൃഭാഷയിലേ പുറത്തു വരുള്ളൂ. ഇതാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നോക്കുമ്പോൾ എനിക്ക് സുഖമായിട്ട് പഠിച്ച പോലെ അങ്ങനെയല്ല ഉണ്ടായത്. ഗംഭീരമായ രീതിയിൽ ആ കണ്ണുകളൊക്കെ കാണാൻ സാധിച്ചു. അന്ധകൂപ ഗംഭീരാക്ഷം. ഗംഭീരം എന്നുള്ള വാക്കിനർത്ഥം ആഴമേറിയത് തന്നെ. അപ്പോൾ വളരെ വലിയ പൊട്ടക്കിണർ പോലെയുള്ള കണ്ണുകൾ, അതിഭീകരമായിട്ടുള്ള സുഖമത്തിൽ. പൊട്ടക്കിണർ പോലെ ഉണ്ട് കണ്ണ് എങ്കിൽ ബാക്കിയുള്ളവർക്ക് ഊഹിച്ചൂടെ? അത്ര വലിയ ശരീരമായിരുന്നു. ചത്തു വീണു. 4-5 വീടുകൾ തകർന്നു പോയി, മരങ്ങളൊക്കെ കടപുഴകി, ആകെപ്പണം. പുരുഷന്മാരൊക്കെ ഓടണാ ഓട്ടം. സ്ത്രീകൾ പക്ഷെ അങ്ങനെ ഓടിയില്ല. സ്ത്രീകൾ ഒരു പക്ഷെ ഓടി. എങ്ങോട്ടോടി? പൂതനയുടെ ദേഹത്തേക്ക് ഓടിയില്ലാൻ. അതെന്തുകൊണ്ടായിരിക്കും? അവിടെ നമുക്ക് ആലോചിക്കാം, സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതൽ മനഃശക്തി, ധൈര്യമാർക്കാ കൂടുതൽ? എന്താ പൊതുവെ അഭിപ്രായം? സ്ത്രീകൾക്കാണ്. അത് വെറുതെ കുറച്ച് സ്ത്രീകളധികങ്ങളുണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, തീർച്ചയായിട്ടും അതാണ്. കാരണം പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കാണ് കൂടുതൽ. വേദന സഹിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കാണ് കൂടുതൽ. ക്ഷമയോടെ കാത്തിരിക്കാനുള്ള കഴിവ് സ്ത്രീക്കാണ് കൂടുതൽ. പുരുഷന്മാർ പല കാര്യങ്ങളിലും ദുർബലരാണ്. അതുകൊണ്ടായിരിക്കാം. മാത്രമല്ല ഭയം ഉണ്ടാവും. ഇതിപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്, ചത്തോന്ന് ഉറപ്പായിപ്പം. ഈ തീ കൊടുത്തിട്ട് വെളിച്ചെടുത്തിന് പൊട്ടാതെ കിടക്കുന്ന പടക്കത്തിൻ്റെ അടുത്തേക്ക് പോലെ പേടി പോലെ അടുത്തേക്ക് പിടിച്ചിരുന്നാവല്ലോ സാധിക്കുമോ? അതുകൊണ്ടായിരിക്കാം ആ ചിന്തയൊക്കെ ഉണ്ട് പുരുഷന്മാർക്ക്. അതുകൊണ്ട് പുരുഷന്മാർ ഓടിപ്പോയി, സ്ത്രീകൾ പക്ഷേ ഓടിയില്ല. പൂതനയുടെ ദേഹത്തേക്ക് ഓടി കയറി ഭഗവാന്റെ ആ പൂതനയുടെ ദേഹത്ത് നിന്ന് ഭഗവാനെ എടുത്തു. ഭഗവാനെ എടുത്തിട്ട് ആ ഗോപികയ്ക്ക് തന്നെ താഴത്തേക്ക് വരാൻ സമയമില്ല. അനവധി ഗോപികമാരെ വലിയായിട്ട് കയറിപ്പോയിട്ടായിരുന്നു. അവരുടെ കൈകളിലൂടെ ഭഗവാൻ കൈമാറി താഴേക്ക് എത്തിയതാണ്. അപ്പൊ കുറെ മുതിർന്ന സ്ത്രീകളുണ്ടായിരുന്നു അവിടെ. അവർ പറഞ്ഞു, വേഗം കുട്ടിക്ക് പാല് കൊടുക്കൂ, മുല കൊടുക്കൂ, വേഗം കുടിക്കുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് അബദ്ധമൊന്നും പറ്റില്ല എന്ന് വിചാരിക്കാം.
അതിപ്പോഴും അങ്ങനെയാണ്. ചെറിയ കുഞ്ഞുങ്ങളല്ലോ പറയുമോ, സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ. പാല് കുടിക്കുന്നുണ്ടെങ്കിൽ അബദ്ധമൊന്നും പറ്റിയില്ലെന്നാ വിചാരിക്കാം. അപ്പോൾ കുടിപ്പിക്കാൻ നോക്കുമ്പം സുഖമായിട്ട് കുടിക്കുന്നുണ്ട്. സമാധാനം, ഒന്നും പറ്റിയില്ല എന്ന് മനസ്സിലായി. അപ്പോഴേക്കും ഇത്രത്തോളം ആയപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന പുരുഷന്മാരെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ കൂടി കണ്ടപ്പോഴേ അവർ തിരിച്ചു കൊണ്ടുവന്നു. മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ അവരോട് വന്നിട്ട് ഒരു നിങ്ങളൊക്കെ മാറിയെന്നുള്ളൂ, ഞങ്ങളായിക്കോളാൻ ബാക്കി. എന്താ ധൈര്യം തന്നെയല്ലേ. ഏതായാലും അവരൊക്കെ മാറ്റി നിർത്തി പുരുഷന്മാർ കളയബരം ശരീരം പരശുഭിച്ചിത്വാണ് മടുകൊണ്ട് മുറിച്ച് കഷ്ണാക്കിയിട്ട് ദൂരെ കൊണ്ടുപോയി ദഹിപ്പിക്കാൻ. എന്തിനാ ദൂരെ കൊണ്ടുപോയി ദഹിപ്പിക്കുന്നത്? രാക്ഷസിയാണ്. ഇവിടെ അടുത്തവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ദഹിപ്പിക്കുകയാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ദൂരെ ക്ഷിപ്തുവാ ന്യദഹൻ കാഷ്ഠധിഷ്ഠിതം, വിറകൊക്കെ കൂട്ടിയിട്ട് ദഹിപ്പിച്ചു ഞാൻ. പക്ഷെ അത്ഭുതം എന്ന് പറയുന്നത് തീ കൊളുത്തുമ്പോഴത്തേക്കും തിരിച്ചു പോരുമ്പം അവര് ചന്ദനത്തിന്റെയും അഗരുവിന്റെയൊക്കെ സുഗന്ധമുണ്ടായി എന്ന് പറയും. അവിടെ ശ്രീശുഖം പറയാണ്, എന്തുകൊണ്ടായിരിക്കും ഈ സുഗന്ധം ഉണ്ടാവുന്നത്? കൊല്ലാൻ വേണ്ടിയാണെങ്കിൽ പോലും ഭഗവാനെ ആശ്രയിച്ചില്ലേ പൂതന, അതുകൊണ്ട് പൂതനയ്ക്ക് മോക്ഷം കിട്ടുന്നു എന്നാണ്. അത് പൂതനാ വധം എന്നല്ല കഥ, മറിച്ച് പൂതനാ മോക്ഷം എന്നാണ് കഥയുടെ പേര്. ഇതാണ് പൂതനാ മോക്ഷം. ഇനി ഭഗവാനെ അവര് പൂതനയുടെ ദേഹത്തു നിന്ന് എടുത്തിട്ട് മടിയിലേക്ക് വെച്ചിട്ട് ഗംഭീരമായിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്. പൂതന എന്നുള്ള വാക്കിന്റെ അർത്ഥം പൂതന, പൂതം, ഭൂതമല്ല പൂതം. പൂതം എന്നുള്ള വാക്കിന്റെ അർത്ഥം ശുദ്ധമായത് എന്നാണ്. ശുദ്ധമായതെന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇപ്പൊ പൂതന എന്ന് പറഞ്ഞാലോ ശുദ്ധിയില്ലാത്തവൾ അഥവാ അശുദ്ധി ഉള്ളവൾ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഈ കഥയെ ആധ്യാത്മികമായിട്ട് സമീപിക്കുമ്പം ഏത് അശുദ്ധമായ ഭാവനയുള്ളവരുമാകട്ടെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു, ഭഗവാൻ അവരെ വിശുദ്ധിയിലേക്ക് ഉയർത്തുന്നു എന്നർത്ഥം. ഇതൊരു വ്യാഖ്യാനം. മറ്റൊന്ന് ഭൗതികമായിട്ട് പറയുകയാണെങ്കിൽ എന്താ കാര്യം നോക്കൂ. പൂതന എന്ന് പറയുന്നത് ഒരു അസുഖമാണ് എന്ന് പറയുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിന് പകരുന്ന ഒരു പകർച്ചവ്യാധിയാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. അതിന്റെ സൂചന നമുക്ക് ലഭിക്കുന്നത് പുസ്തകം എടുത്തോളൂ, അതിൽ കാണാം. 24 ശ്ലോകം മുതൽ നോക്കി അവിടെ കാണാം. ഇന്ദ്രിയാണി ഹൃഷീകേശ പ്രാണാൻ നാരായണോവതു ശ്വേതദ്വീപതിശ്ചിത്തം മനോ യോഗേശ്വരോവതു അവതു രക്ഷിക്കട്ടെ. അപ്പൊ എന്താ കാര്യം നോക്കൂ. ഭഗവാനെ എടുത്ത ശേഷം നമ്മളിപ്പോഴില്ലേ ഈ ഉപ്പും മുളകും ഒഴിഞ്ഞ് അടുപ്പിലിടുന്നതൊക്കെ പറഞ്ഞ പരിപാടിയില്ലേ, അടുക്കള മന്ത്രവാദം, അതുപോലെ അവരും ചെയ്തു. അക്കാലത്തെ രീതികളനുസരിച്ച് എന്ത് ചെയ്തു? പശുവിന്റെ പാടുകൊണ്ടില്ല ചുഴറ്റി ഗോമൂത്രേണ സ്നാപയിത്വ ഇങ്ങനെയൊക്കെ ചെയ്തു. ഇതൊക്കെ കൂടി ചെയ്തിട്ട് അവർ ഭഗവാനെ കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഈ ചൊല്ലുന്നത്. ആ പ്രാർത്ഥനയിൽ 28 ശ്ലോകം നോക്കൂ. കോടര രേവതി ജ്യേഷ്ഠ പൂതന മാതൃകാദയ ഉന്മാദായേഹ്യപസ്മാരാദേഹ പ്രാണേന്ദ്രിയദ്രുഹ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ബാലാരിഷ്ടതകൾ വരാം. അങ്ങനെയുള്ളൊരു ബാലാരിഷ്ടതയിൽപ്പെട്ട ഒന്നാണ് ഈ പൂതന. അപ്പൊ എന്താ കാര്യം? ഈ പൂതന എന്നുള്ള രോഗം ആ ഭാഗത്ത് ആ കാലത്ത് അനവധി കുട്ടികൾക്ക് പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. അതൊരു പക്ഷേ ഭഗവാനെ വന്നിരുന്നു എന്ന് വരാം. അപ്പോൾ അത് പല കുട്ടികളും മരിച്ചു പോയിട്ടുണ്ടാവും. ഭഗവാൻ അതിനെ അതിക്രമിച്ചു വന്നു എന്നുള്ളൊരു തരം ആശയത്തെ, ഒരു സംഭവത്തെ കാവ്യാത്മകമായിട്ട് പറയുകയാണോ? അങ്ങനെ വിചാരിക്കാം. നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് വിചാരിക്കാം. ഓരോരുത്തരും ഓരോ വ്യാഖ്യാനങ്ങൾ പറയുന്നു എന്നുള്ളതാണ് വിഷയം. കഥയൊക്കെ നമ്മൾ നേരത്തെ ആദ്യം കേട്ടത് തന്നെ കാര്യം. ഇങ്ങനെയൊക്കെ നോക്കിക്കാണാൻ അർത്ഥം. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ നോക്കിക്കാണാവുന്ന പൂതന മോക്ഷം എന്ന കഥ നമ്മൾ അനുസ്മരിച്ചു അവസാനിപ്പിക്കാൻ പോവാൻ. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ഈ ഏത് ഭാവമാണെങ്കിലും കൊള്ളാം, പൂതനയിൽ ഭഗവാനിലേക്ക് വന്നു ചേർന്നതോട് കൂടിയിട്ട് പൂതനയ്ക്ക് മോക്ഷം കിട്ടും. അതുകൊണ്ടാണ് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ എന്താണ് തരാത്തത്? ജിഖാംസയാപി ഹരയേ. ജിഖാംസ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹന്തും ഇച്ഛ, കൊല്ലാനുള്ള ആഗ്രഹമാണ്. കൊല്ലാനുള്ള ആഗ്രഹത്തോടുകൂടി വന്ന പൂതനയ്ക്ക് പോലും ഭഗവാൻ മോക്ഷം കൊടുക്കുന്നതാണ്. എങ്കിൽ നമ്മളൊക്കെ കൊല്ലാനാണോ വരുന്നത്? ആരാധിക്കാനല്ലേ? നമുക്ക് എന്താണ് ഭഗവാൻ തരാതിരിക്കുക എന്ന അത്ഭുതത്തോടു കൂടിയിട്ടാണ് ശ്രീശുഖൻ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഭഗവത് കഥകൾ കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പൂതന മോക്ഷം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പ്രഭാത ഭക്ഷണത്തിനായി